നല്ല സുഹൃത്തുക്കളെ, ഇന്നലെ നുണക്കുഴി നല്ല സിനിമ കണ്ടു കേട്ടോ. ശരിക്കും കാണേണ്ട ഒരു സിനിമ കേട്ടോ. കുറേ നാൾ കൂടിയാണ് മലയാളത്തിൽ ഇത്രയും ചിരിക്കുന്നത്. പഴയ പ്രിയദർശൻ സിനിമകളിലെ വെട്ടമൊക്കെ പോലെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ്, ഒരാൾ ചെയ്യുന്നതിൻ്റെ ഫലം വേറൊരാൾ പോയി അനുഭവിക്കുന്ന സിറ്റുവേഷൻ കോമഡികൾ, വെർബൽ കോമഡികൾ അടിപൊളിയാണ്. കെ കൃഷ്ണകുമാർ എന്ന റൈറ്റർ, നിങ്ങളെന്ത് റൈറ്ററാണ് മനുഷ്യ, എങ്ങനെ എഴുതുന്നത്? അതുപോലെ തന്നെ ഞാൻ ജിത്തു ജോസഫിൻ്റെ പല ഈ കോമഡി സബ്ജക്റ്റുകളൊന്നും എനിക്ക് അത്ര വർക്കായിട്ടില്ല. ഇതിന് മുമ്പത്തെ പടങ്ങളൊന്നും ഒരു ലോജിക്ക് എന്തോ ഒരു എനിക്ക് അറിയില്ല, അതങ്ങോട്ട് വർക്കാകുന്നില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷയിലപ്പോഴാണ്. ആ റൈറ്റർ ഒരു രക്ഷയില്ല. അങ്ങനെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് അത് എഴുതി തീർത്തതെന്നുള്ളത്. ബേസിൽ ജോസഫിൻ്റെ അടിപൊളി. അങ്ങനെ എങ്ങനെ ഡബ് ചെയ്ത് ഈ ബേസിലിൻ്റെ സ്പീഡില്ലേ ഈ ഡയലോഗിലുള്ള ആ ഡയലോഗ് ഷൂട്ട് ചെയ്യാൻ ഓക്കെയാണ്. അതെങ്ങനെ ഡബ് ചെയ്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കണം, സമ്മതിക്കണം. പിന്നെ ഗ്രേസ് ആൻ്റണി, അവരും അസാധ്യ ആർട്ടിസ്റ്റാണ്. പഴയ കൽപ്പനയൊക്കെ ചെയ്യുന്ന പോലെ, കൽപ്പനയൊക്കെ നമ്മൾ ഓർമ്മ വരും.